ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഒരു ചെറിയൊരു മഴക്കോളും അതുപോലെ തന്നെ നല്ലൊരു വെയിലുമുള്ള ഒരു ദിവസമായിരുന്നു. എന്നും ഒരു 5 മണിയാകുമ്പം നമ്മൾ റെയിലോപ്പനെ നമ്മൾ ഇങ്ങനെ വെളിയിലിറക്കി എല്ലാം ഒന്ന് കാണിക്കാറുണ്ട്. ഈ പ്രകൃതിയുടെ രമണീയതയൊക്കെ ഒന്ന് കാണിക്കാറുണ്ട് കേട്ടോ. അവൻ പക്ഷേ എന്തു പറഞ്ഞാലും അവനൊരു 4:30 ആകുമ്പം എന്തായാലും ഉണരും ഈ വെളിയിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. നമ്മൾ അവനെ ഇങ്ങനെ ആ സമയത്ത് നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു ടൈമാണല്ലോ, വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ടൈമാണ്. ഇലകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചുവപ്പും കറുപ്പും അങ്ങനെയുള്ള നിറങ്ങളായിരിക്കാം ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു നിറമൊക്കെ കാണുമ്പം അവനിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു മരം എന്താണെന്ന് പലരും എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാരകമാണ് കേട്ടോ. ഒരുപാടൊന്നും ഇത് കായ്ച്ചിട്ടില്ല, എന്നാലും ഇടയ്ക്ക് കായ്ക്കാറുണ്ട്. ഇപ്പോൾ ഒരു നാരങ്ങ ഇതിലുണ്ട്. അതേ റെയിലോപ്പൻ നമ്മളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നാരകം ഉള്ളവരാണെങ്കിൽ എത്ര വർഷം എടുക്കുമെന്ന് കായ്ക്കാനെന്ന് പറയണം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 വർഷം എടുത്തെന്ന് തോന്നുന്നു ഇത് കായ്ക്കാനായിട്ട്. എന്നാലും ഒരുപാടുണ്ടാവുമെന്നാണ് ചിലർ പറയുന്നത്. ഇതിലിപ്പോൾ ഒരു 4-5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. എത്ര നേരം വൈകിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും ഈ മുറ്റത്തിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ആണ് കിടക്കാറ് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല തണുപ്പും ഒക്കെയാണ്, നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 5 മണി ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിൽ കുറയുന്ന ടൈം ആകുമ്പോഴത്തേന് നല്ലൊരു കാറ്റും ഒക്കെയാണ്. അപ്പം പ്രത്യേക ഒരു സമാധാനമാണ് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ. എനിക്ക് പറയാനുള്ളത് നമ്മൾ പേരൻസിനോടാണ് കേട്ടോ. നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമ്മൾ ഫാമിലി കൂടുമ്പോൾ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനുള്ള ഒരു മൊമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തിയേ പറ്റും കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ കൂടുതലും ഈ മൊബൈലിലൊന്നും അഡിക്റ്റ് ആകത്തില്ല. നമ്മൾ ഒരുമിച്ച് നമ്മളുടെ വീട്ടുകാര്യങ്ങൾ, വീട്ടു ചിലവുകൾ, അതുപോലെ തന്നെ നമ്മൾ പോയ കാര്യങ്ങൾ, വന്ന കാര്യങ്ങൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കോളേജിലും അതുപോലെ തന്നെ സ്കൂളിലും ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫാമിലി, ഒരു പേരൻ്റായിട്ടുള്ളൊരു ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തായാലും ബിസി ലൈഫാണ്, നമുക്ക് അതിന് പറ്റില്ലായിരിക്കും. മാക്സിമം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും അതിനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കാനൊരു ടൈം കിട്ടിയാൽ ആ ഒരു ടൈം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതാകുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. ഇപ്പം മിക്ക വീടുകളിലും ഇതുപോലെ നമ്മൾ ഒരുമിച്ചൊന്ന് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കുറച്ച് മൊമെൻ്റൊക്കെ ഒത്തിരി നമ്മൾ മെമ്മറി ഉള്ളതാണ് അല്ലേ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ മാരേജിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഈ ഒരു മൊമെൻ്റാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ അപ്പായമ്മയായിട്ടൊക്കെ ഒന്ന് വർത്തമാനം പറയുന്ന ഒരുമിച്ചുള്ള ആ ഒരു മൊമെൻ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ഒരുമിച്ചുള്ളപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഞങ്ങൾ കൊച്ചിലെ ആണെങ്കിൽ തന്നെയും ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആ ഒരു ടൈം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു കേട്ടോ. മാരേജിന് ശേഷം അതെനിക്ക് ഏറ്റവും ഉള്ളൊരു വിഷമമായിരുന്നു. എന്നാലും ഈ ഒരു ടൈമൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് വീണ്ടും ഈ ഒരു പപ്പ വന്നതും അതുപോലെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്നതും എല്ലാം ഒരു നല്ലൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ.
അപ്പം എനിക്കിതൊന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തണമെന്ന് തോന്നി. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ സംസാരിക്കാനും എടുക്കാനും ഒക്കെ എല്ലാവരും കൂടെ, ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കാനുള്ളൊരു ടൈം ഞങ്ങൾ കണ്ടെത്താറുണ്ട്. ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മോനെയും അതുപോലെ തന്നെ സംസാരിക്കാനും എടുക്കാനും ഒക്കെയുള്ള ഒരു ടൈം ഒരുക്കിയെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.